എവ്രി വൺ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് ഇക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂളായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിലെ ക്ലാസിക്കൽ തിയറീസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ രണ്ടാമത്തെ തിയറി ആയിട്ടുള്ള റിക്കാർഡിയൻ തിയറി ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. സോ ഡേവിഡ് റിക്കാർഡോയുടെ തിയറി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ഡേവിഡ് റിക്കാർഡോയുടെ ബുക്ക്, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ടാക്സേഷൻ, ഇയർ 1817, അതൊന്ന് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക. ദെൻ എന്തൊക്കെയാണ് റിക്കാർഡോയുടെ ലോയിലെ അസംഷൻസ്? ഓക്കെ, റിക്കാർഡിയൻ തിയറിയിൽ അസംഷൻസ് ആയിട്ട് പറയുന്നത്, അദ്ദേഹം കോൺ പ്രൊഡക്ഷനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. സോ all land is used for production of corn. Then law of diminishing returns operates. ആദം സ്മിത്തിൻ്റെ തിയറിയിൽ ഇൻക്രീസിങ് റിട്ടേൺസിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഡേവിഡ് റിക്കാർഡോ തിയറിയിൽ പറയുന്നത് ഡിമിനിഷിങ് റിട്ടേൺസിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഡിസ്റ്റിങ്ഷൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, ശ്രദ്ധിക്കുക. സോ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ഓപ്പറേറ്റ്സ്. ദെൻ സപ്ലൈ ഓഫ് ലാൻഡ് ഈസ് ഫിക്സഡ്. ആദം സ്മിത്തിൻ്റെ തിയറിയും ഇതും തമ്മിലുള്ള ഒരു മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ആദം സ്മിത്തിൻ്റെ തിയറിയിൽ ലാൻഡ് കോളനൈസേഷൻ അനുസരിച്ച് കൂടാം. ഓക്കെ, കാരണം ലാൻഡ് ഗ്രോത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് ഹിയർ സപ്ലൈ ഓഫ് ലാൻഡ് ഈസ് ഫിക്സഡ്. ദെൻ ഡിമാൻഡ് ഫോർ കോൺ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഓക്കെ, ഡിമാൻഡ് എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ദെൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ വേരിയബിൾ ഇൻപുട്സ്. ദെൻ സ്റ്റേറ്റ് ഓഫ് ടെക്നിക്കൽ നോളജ് ഇസ് ഗിവൺ. ഓക്കെ, സോ അതും കോൺസ്റ്റൻ്റ് ആണ്, ടെക്നിക്കൽ നോളജും കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ഓൾ വർക്കേഴ്സ് ആർ പെയ്ഡ് എ സബ്സിസ്റ്റൻസ് വേജ്. ഇവിടെയും അയൺ ലോ ഓഫ് വേജസ് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അയൺ ലോ ഓഫ് വേജസ് മീൻസ് സബ്സിസ്റ്റൻസ് ലെവൽ മാത്രമാണ് വർക്കേഴ്സിന് കൊടുക്കുന്ന വേജ്. ഓക്കെ, ദെൻ സപ്ലൈ പ്രൈസ് ആൻഡ് ലേബർ ഈസ് ഗിവൺ ആസ് കോൺസ്റ്റൻറ്റ്. ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ്സ് അപ്പോൺ അക്യുമുലേഷൻസ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ റിസൾട്ട്സ് ഫ്രം പ്രോഫിറ്റ്. നമുക്കറിയാം, പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? പ്രോഫിറ്റ് കണ്ടിട്ടാണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ആ പ്രോഫിറ്റ് ആണ് ആക്ച്വലി ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ആളുകൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുന്നത് പ്രോഫിറ്റ് കണ്ടിട്ടാണ്. ദെൻ ദർ ഇസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇവിടെ ആദം സ്മിത്തിൻ്റെ തിയറീസിൽ പറയുന്നത് പോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചാണ്. ക്ലാസിക്കൽ ഐഡിയാസിലൊക്കെ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ തന്നെയാണ് പറയുന്നത്. ദെൻ സോ നേരത്തെ നമ്മൾ അസംഷൻസ് പറഞ്ഞു. ദെൻ നമുക്ക് തിയറിയിലോട്ട് കിടക്കാം. റിക്കാർഡിയൻ മോഡൽ ഇസ് ബേസ്ഡ് ഓൺ ഇൻ്റർ റിലേഷൻ ബിറ്റ്വീൻ 3 ഗ്രൂപ്പ്സ്. ഇവിടെ 3 ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് പറയുന്നത്. ലാൻഡ് ലോഡ്സ്, ക്യാപിറ്റലിസ്റ്റ്, ലേബറേഴ്സ്. ഇവർ 3 പേരുമാണ് ഇക്കോണമിയിൽ ഇൻ്റർവീൻ ചെയ്യുന്ന 3 ഗ്രൂപ്പ്സ്. ദെൻ റെൻറ്റ്, പ്രോഫിറ്റ്, വേജസ്. ഈ 3 ഗ്രൂപ്പ്സിന് കിട്ടുന്ന റിവാർഡുകളാണ് റെൻറ്റ്, പ്രോഫിറ്റ്, വേജ്. അഥവാ ലാൻഡ് ലോഡിന് എന്ത് കിട്ടും? ഈ ഒരു ലാൻഡിൻ്റെ മുകളിലുള്ള റെൻറ്റ് കിട്ടുന്നു. പ്രോഫിറ്റ് ആർക്കാണ്? ക്യാപിറ്റലിസ്റ്റിനാണ്. വേജ് ആർക്കാണ്? ലേബറേഴ്സിനാണ്. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു ദ മോഡൽ, ഔട്ട് ഓഫ് ദ ടോട്ടൽ കോൺ പ്രൊഡ്യൂസ്ഡ്, റെൻറ്റ് ഹാസ് ദ ഫസ്റ്റ് റൈറ്റ്. അപ്പോൾ റെൻറ്റ് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. സോ ആ റെൻറ്റിനാണ് അവിടുത്തെ ഫസ്റ്റ് റൈറ്റ് ഉള്ളത്. അഥവാ ലാൻഡ് ലോഡിനാണ് ഫസ്റ്റ് റൈറ്റ്. ഈ ഒരു പ്രൊഡക്ഷനിൽ നിന്നുള്ള റിവാർഡ് ആദ്യം എടുക്കാനുള്ള റൈറ്റ് ആർക്കാണുള്ളത്? ലാൻഡ് ലോഡിനാണ്. അഥവാ അത് റെൻ്റ് ആയിട്ടാണ് പോകുന്നത്. ആൻഡ് ദ റെസിഡ്വൽ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ വേജ് ആൻഡ് പ്രോഫിറ്റ്. ബാക്കി എന്താണുള്ളത്? റെൻറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് എന്താണുള്ളത്? അതാണ് വേജും പ്രോഫിറ്റുമായിട്ട് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോഫിറ്റ്. ക്യാപിറ്റലിസ്റ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ദെൻ ക്യാപിറ്റൽ അക്യുമുലേഷൻ. അക്കോർഡിംഗ് ടു റിക്കാർഡോ, ക്യാപിറ്റൽ അക്യുമുലേഷൻ ഈസ് ദ ഔട്ട്കം ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിനനുസരിച്ചാണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ നടക്കുക. കാരണം പ്രോഫിറ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. ദെൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്തിനെയാണ്? വിൽ ടു സേവും ആൻഡ് കപ്പാസിറ്റി ടു സേവും. ഓക്കെ, വിൽ ടു സേവ് വേണം, കപ്പാസിറ്റി ടു സേവ് വേണം. എന്തിന്? ക്യാപിറ്റൽ അക്യുമുലേഷൻ നടക്കണമെങ്കിൽ ആ ക്യാപിറ്റലിസ്റ്റിന് എന്ത് വേണം? സേവ് ചെയ്യാനുള്ള മനസ്സും വേണം, അതിനുള്ള കപ്പാസിറ്റിയും ഉണ്ടായിരിക്കണം. ദെൻ ലാർജർ ദ സർപ്ലസ് പ്രോഫിറ്റ്, ദ ലാർജർ വിൽ ബി കപ്പാസിറ്റി ടു സേവ്. ഒരുപാട് സർപ്ലസും പ്രോഫിറ്റും ഉള്ള ഒരാൾക്ക് തന്നെയായിരിക്കും കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാവുന്നത്. ദെൻ capital accumulation are made up of, one is profit rate, increase in wages, decreasing profits in other industries. അപ്പോൾ ക്യാപിറ്റൽ അക്യുമുലേഷന് കാരണമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പ്രോഫിറ്റ് റേറ്റ്, സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് റേറ്റ് നോക്കിയിട്ട് തന്നെയാണ് ആളുകൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ആയിട്ട് മാറുന്നത്. സോ
റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്താണ്? റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഈക്വൽ ടു റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും വേണം അല്ലേ? അപ്പോൾ എന്താണ് ന്യൂമറേറ്ററിൽ? റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ടു ദ ക്യാപിറ്റൽ എംപ്ലോയിഡ്. സോ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കാം. പ്രോഫിറ്റ് റേറ്റ് എപ്പോഴാണ് കൂടുക? ഈ ഒരു വാല്യൂ കൂടണമെങ്കിൽ ഡിനോമിനേറ്റർ കുറയണം, ന്യൂമറേറ്റർ കൂടണം. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് കൂടണം, ക്യാപിറ്റൽ എംപ്ലോയിഡ് കുറയണം. ദാറ്റ് മീൻസ് കുറഞ്ഞ ക്യാപിറ്റൽ കൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഹൈ ആണെന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ഇൻക്രീസ് ഇൻ വേജസ്. The wage rate increases when the prices of commodities forming the subsistence of the workers increases. As the demand for food increases, less fertile land is brought up. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലാൻഡ് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു. കോളനൈസേഷനിലൂടെയോ അല്ലെങ്കിൽ ഫർദർ എന്താ ചെയ്യുന്നില്ല, ഇവർ കൂടുതൽ ലാൻഡ് ഗ്രോത്ത് ആയിട്ട് ഇവിടെ പറയുന്നില്ല, പകരം ലാൻഡ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഓൾറെഡി എന്തായിരിക്കും, നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റിൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ വന്നു, സ്റ്റിൽ ലാൻഡിന് ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ലെസ് ഫെർട്ടൈൽ ലാൻഡ് ഈസ് ബ്രോട്ട് അണ്ടർ കൾട്ടിവേഷൻ. കോൺ പ്രൊഡക്ഷനെ കുറിച്ചാണ് റിക്കാർഡിയൻ തിയറി പറയുന്നത്. അപ്പോൾ കോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മാക്സിമം ഫെർട്ടൈൽ ലാൻഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ലാൻഡ് ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പം നിലവിലുള്ള ആ ഒരു റിസോഴ്സ് സ്കേഴ്സ് ആണല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലെസ് ഫെർട്ടൈൽ ലാൻഡിനെയും കൂടി ബ്രോട്ടപ്പ് ചെയ്യണം. ഈ ലെസ് ഫെർട്ടൈൽ ലാൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ, അതിനെയും കൂടി ബ്രോട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി കുറവായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും കുറയും. ഓക്കെ, അതിൽ നിന്നുള്ള പ്രോഫിറ്റും കുറയും. സോ എന്താകും? പ്രോഫിറ്റ് കുറയുന്നത് മാത്രമല്ല, ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം, വർക്കേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഡിമാൻഡ് ഫോർ ഫുഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് എന്താകുന്നത്? ലെസ് ഫെർട്ടൈൽ ലാൻഡിനെയും കൂടി നമുക്ക് ഇതിലോട്ട് ബ്രോട്ട് ചെയ്യാൻ ഉള്ളൊരു ചാൻസ് ആകുന്നത്. ദെൻ വേജ് റൈസ് ചെയ്യും. ഓക്കെ, വേജ് റൈസ് ചെയ്യും, മോർ ലേബറേഴ്സ് വരും. ദെൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് കോൺ. വേജ് റൈസ് ചെയ്യാനുള്ള മറ്റൊരു കാരണം കോണിൻ്റെ പ്രൈസ് കൂടും. ഇപ്പോൾ എന്ത് സംഭവിച്ചു? കോണിൻ്റെ പ്രൈസ് കൂടുന്നു, വേജ് റൈസ് ചെയ്യുന്നു. മാത്രമല്ല ലെസ് പ്രൊഡക്റ്റീവായിട്ടുള്ള ലാൻഡിനെയും കൾട്ടിവേഷന് വേണ്ടി കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ആ ഒരു പ്രോഫിറ്റ് ഡിക്ലൈൻ എന്തിനും കാര്യമാക്കും. ഇതിപ്പം അഗ്രികൾച്ചറൽ മേഖലയിലുള്ള പ്രോഫിറ്റ് ഡിക്ലൈനിങ് ആണ്. പക്ഷേ അഗ്രികൾച്ചറൽ മേഖലയിലുള്ള ആ ഒരു പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റ് സെക്ടേഴ്സിനെയും അത് ബാധിക്കും. ആൻഡ് ഇറ്റ് വിൽ ബിക്കം എ സ്റ്റേഷനറി സ്റ്റേറ്റ്. ഓക്കെ, ദെൻ സ്റ്റേഷനറി സ്റ്റേറ്റിനെ കുറിച്ച് പറയാം. അപ്പോൾ ഈ പ്രോഫിറ്റ് ഡിക്ലൈനിങ് തുടങ്ങുകയാണ്, ഡിക്ലൈൻ ചെയ്തിങ്ങനെ വരികയാണ്. ദെൻ അതൊരു സീറോ ലെവലിൽ എത്താൻ തുടങ്ങും. ഓക്കെ, അതൊരു സീറോ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സ്റ്റേഷനറി സ്റ്റേറ്റ്. സോ ദെൻ അക്കോർഡിംഗ് ടു റിക്കാർഡോ ദർ ഈസ് നാച്ചുറൽ ടെൻഡൻസി ഫോർ ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ടു ഫോൾ. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ഫോൾ ചെയ്യാൻ ഒരു നാച്ചുറൽ ടെൻഡൻസി തന്നെ ഉണ്ട് എന്നുള്ളതാണ് റിക്കാർഡോ പറയുന്നത്. ദെൻ ക്യാപിറ്റൽ അക്യുമുലേഷൻ കൂടുന്നു, അതിൻ്റെ ഒരു പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്. ക്യാപിറ്റൽ അക്യുമുലേഷൻ കൂടുന്നു, അങ്ങനെ പ്രോഫിറ്റ് കൂടുന്നു. ഓക്കെ, പ്രോസസ്സാണ്, തുടക്കം മുതലുള്ള പ്രോസസ്സാണ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ കൂടുന്നു, പ്രോഫിറ്റ് കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു. ഓക്കെ, പ്രൊഡക്ഷൻ കൂടുന്നു. ആ പ്രൊഡക്ഷൻ കൂടുമ്പോൾ തന്നെ വേജ് ഫണ്ട് കൂടുന്നു അല്ലേ? കാരണം ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്, അവർക്കുള്ള വേജ് എല്ലാം കൂടി ആ വേജ് ഫണ്ട് നോക്കുമ്പോൾ അത് കൂടുന്നുണ്ട്. പിന്നെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും കാര്യങ്ങളൊക്കെ കൂടുന്നു, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ഫർദർ വർക്കേഴ്സ് വീണ്ടും ഉണ്ടാകുന്നു. അതായത് കോണിൻ്റെ ഡിമാൻഡ് കൂടുന്നു, കാരണം പോപ്പുലേഷൻ കൂടുതലാണ്. കോണിൻ്റെ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോണിൻ്റെ പ്രൈസ് കൂടും. ഓക്കെ, കോണിൻ്റെ പ്രൈസ് കൂടും. ദെൻ ഇൻഫീരിയർ ഗ്രേഡ്സ് ഓഫ് ലാൻഡ് ആർ കൾട്ടിവേറ്റഡ്. കാരണം ലാൻഡ് ഫിക്സ്ഡ് ആണ്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇൻഫീരിയർ ലാൻഡ് അഥവാ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ ലാൻഡിനെയും എന്ത് ചെയ്യണം? ഇതിലോട്ട് കൊണ്ടുവരണം. സോ ഇൻഫീരിയർ ഗ്രേഡ്സ് ഓഫ് ലാൻഡ് ആർ കൾട്ടിവേറ്റഡ്. ദെൻ നമുക്കറിയാം റെൻ്റായിട്ടാണ് ആദ്യം പോകേണ്ടത് അല്ലേ? റെൻസ് ആർ സുപ്പീരിയർ. ഓക്കെ, ദെൻ മറ്റ് റെൻറ്റിന് കൊടുത്തു, ലാൻഡ് ലോഡ്സിന് കൊടുത്തു, ക്യാപിറ്റലിസ്റ്റിൻ്റെ ഷെയറിനൊക്കെ പിന്നീടേ കിട്ടുള്ളൂ. ഓക്കെ, സോ റെഡ്യൂസ് ദ ഷെയർ ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ലേബേഴ്സ്. കാരണം ഉള്ളതിൽ നിന്ന് റെൻറ്റിന് പോയി, അതുകൊണ്ട് തന്നെ. പക്ഷേ അതാണെങ്കിൽ ലെസ് ഫെർട്ടൈൽ ലാൻഡും, അതിൽ നിന്ന് റെൻറ്റിനും നല്ലൊരു ഇത് പോകുന്നു, ഔട്ട്പുട്ട് പോകുന്നു.
എന്താ സംഭവിക്കുന്നത്? ക്യാപിറ്റലിസ്റ്റിനും ലേബറേഴ്സിനും ഉള്ള ഷെയർ കുറയുന്നു. ഓക്കെ, അവർക്കുള്ള ഷെയർ കുറയുന്നു, അതായത് പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്യുന്നു. വേജ് എന്താകുന്നു? സബ്സിസ്റ്റൻസ് ലെവലിലോട്ട് ഫോൾ ചെയ്യുന്നു, അഥവാ അയൺ ലോ ഓഫ് വേജസ് സബ്സിസ്റ്റൻസ് ലെവലിലോട്ട് ഫോൾ ചെയ്യുന്നു. ദ പ്രോസസ് ഓഫ് റൈസിങ് റെൻസ്. ഓക്കെ, റൈസിങ് റെൻസ്, റെൻറ്റ് കൂടും, കാരണം കൂടുതൽ ലാൻഡ് നമ്മൾ കൾട്ടിവേഷന് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. വെദർ ഇറ്റ് ഈസ് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ പോലും കൂടുതൽ ലാൻഡിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് റൈസിങ് റെൻസ്, ഫാളിങ് പ്രോഫിറ്റ്സ് എത്ര വരെ കണ്ടിന്യൂ ചെയ്യും ഈ ഒരു ഫാളിങ് പ്രോഫിറ്റും റൈസിങ് റെൻറ്റും? ടിൽ ദ ഔട്ട്പുട്ട് ഫ്രം ദ മാർജിനൽ ലാൻഡ് ജസ്റ്റ് കവേഴ്സ് ദ വേജ് ഓഫ് ലേബർ എംപ്ലോയിഡ് ആൻഡ് പ്രോഫിറ്റ്സ് ആർ സീറോ. അതായത് റെൻറ്റിനും കൊടുത്തു ആൻഡ് ലേബേഴ്സിനുള്ള വേജും കൊടുത്തു. ക്യാപിറ്റലിസ്റ്റിന് സീറോ പ്രോഫിറ്റ് ആകുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് തുടർന്നു കൊണ്ടേയിരിക്കും. അതാണ് സ്റ്റേഷനറി സ്റ്റേറ്റിലോട്ട് എത്തുന്ന ഒരു കേസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ബിക്കംസ് സീറോ. ഇവിടെ പ്രത്യേകം ഓർക്കുക, ചിലപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം, സ്റ്റേഷനറി സ്റ്റേറ്റ് മീൻസ് പ്രോഫിറ്റ് ഈക്വൽ ടു സീറോ, വേജ് ഈക്വൽ ടു സീറോ, ഇൻട്രസ്റ്റ് ഈക്വൽ ടു സീറോ, അല്ലെങ്കിൽ റെൻറ്റ് ഈക്വൽ ടു സീറോ എന്നൊക്കെ വരും. പ്രത്യേകം ഓർക്കുക, റെൻറ്റ് സീറോ അല്ല, അതുപോലെ വേജും സീറോ അല്ല. സീറോ ആയിട്ട് മാറുന്നത് എന്ത് മാത്രമാണ്? പ്രോഫിറ്റ് ആണ്. അതാണ് റിക്കാർഡോ തിയറിയിൽ പ്രത്യേകമായിട്ട് പറയുന്ന സ്റ്റേഷനറി സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ നോക്കാം, എങ്ങനെയാണ് ഈ പ്രോഫിറ്റ് സീറോ ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് സിനാരിയോ 1, സ്റ്റേഷനറി സ്റ്റേറ്റിക്ക് എത്തുന്നതിന് മുമ്പുള്ള സംഭവം. ഇപ്പോൾ സ്റ്റേഷനറി സ്റ്റേറ്റിക്ക് എത്തിയിട്ടില്ല, എന്താണ്, ഇക്കോണമി അത്യാവശ്യം നന്നായിട്ട് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രൊഡക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റയർ ലാൻഡിനെ കോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ കോൺ പ്രൊഡക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോൺ പ്രൊഡക്ഷൻ, അതായത് അതിൻ്റെ ഔട്ട്പുട്ട്, ഓക്കെ, അപ്പോൾ കോൺ പ്രൊഡക്ഷൻ്റെ ഔട്ട്പുട്ട് വൈ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു. ആൻഡ് ലേബറിനെ നമ്മൾ എക്സ് ആക്സിസിലും മാർക്ക് ചെയ്യുന്നു. ഇനീഷ്യൽ 1, സിനാരിയോ 1ൽ എന്താണ് സംഭവിക്കുന്നത്? സിനാരിയോ 1, അതായത് ബിഫോർ സ്റ്റേഷനറി സ്റ്റേറ്റ് OM, ഇവിടെ ലേബർ ആണല്ലോ, OM ലെവല് ലേബറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ഇൻവോൾവ് ആക്കുന്നു. OM ലെവൽ ഓഫ് ലേബർ. ഇനി WL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ സപ്ലൈ ആണ് കേട്ടോ, വിച്ച് ഇസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് ലേബർ സപ്ലൈ, ആൻഡ് അത് WL ആയിട്ട് നമ്മൾ പറയുന്നു. ഇനി ഈ ഒരു ഔട്ട്പുട്ടിനെ ആണല്ലോ ഇത് 3 പേർക്കുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ആർക്കൊക്കെ? ക്യാപിറ്റലിസ്റ്റിന്, ലാൻഡ് ലോഡിന്, അതുപോലെ വർക്കർക്ക്. അപ്പോൾ ഇത്രയും ഏരിയ, ആ കോൺ പ്രൊഡക്ഷൻ്റെ ഇത്രയും ഏരിയ വേജ് ഫണ്ടായിട്ട് പോകും, ലേബറേഴ്സിന് കൊടുക്കാനുള്ളതാണ്, വേജ് ഫണ്ടായിട്ട് പോകും. ഇനി ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, റെൻ്റായിട്ട് നമ്മൾ എന്താണ്, ഏരിയ ബിറ്റ്വീൻ AP ആൻഡ് MP, മാർജിനൽ പ്രൊഡക്റ്റിനും ആവറേജ് പ്രൊഡക്റ്റിനും ഇടയിലുള്ള ഏരിയയാണ് നമ്മൾ റെൻ്റായിട്ട് കണക്കാക്കുന്നത്. സോ ദിസ് ഈസ് AP ആൻഡ് ദിസ് ഈസ് MP. അപ്പോൾ അതിന് ഇടയിലുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ദിസ് 1. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയ ഇത് വേജ് ആയിട്ടും പോകുന്നു. ദിസ് ഈസ് വേജ് ആൻഡ് ദിസ് ഈസ് റെൻറ്റ്. പിന്നെ എന്താ അവിടെ ബാക്കിയുള്ളത്? ഇത്ര ഏരിയ അവിടെ ബാക്കിയുണ്ട്. സോ ആ ഒരു റെസിഡുവൽ ആണ് ആക്ച്വലി ക്യാപിറ്റലിസ്റ്റിന് പോകുന്ന പ്രോഫിറ്റ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ കോൺ പ്രൊഡക്ഷൻ, അത്യാവശ്യം കോൺ പ്രൊഡക്ഷൻ ഉണ്ട്. ടോട്ടൽ കോൺ പ്രൊഡക്ഷൻ അപ്പോൾ എന്താണ്? OQRM. OQ ലെവൽ കോൺ പ്രൊഡക്ഷൻ, OM ലെവൽ എന്ത്? നമ്മുടെ ലേബറേഴ്സ്. സോ അത്രയും കോൺ പ്രൊഡക്ഷൻ ഇൻറ്റു ഇത്രയും ലേബറേഴ്സ് എന്ന് പറയുമ്പോൾ ഈ മൊത്തം ഏരിയ എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്തു പോയി? വേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തു പോകുന്നു, അതുപോലെ റെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു പോകുന്നു. ബാക്കി എന്താണോ റെസിഡുവൽ അത് ക്യാപിറ്റലിനും കൊടുക്കുന്നു. ഓക്കെ, അതാണ് സിനാരിയോ 1. ഇനി സിനാരിയോ 2ൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. സിനാരിയോ 2ൽ ജസ്റ്റ് ഇവിടെ ശ്രദ്ധിക്കാം, നമുക്ക് ഇവിടെ O എന്ന് കൊടുക്കാം, A B C D E. ഓക്കെ, ഈ ഒരു കേസിൽ ഇവിടെയും എന്താണ്? ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയ OECB. ഓക്കെ, ഇവിടെയും
ഇത് AP ആവറേജ് പ്രൊഡക്റ്റ്, ഇത് MP മാർജിനൽ പ്രൊഡക്റ്റ്, അതിനിടയിലുള്ള ഏരിയ റെൻറ്റ്. സോ ഇത്രയും ഏരിയ എന്താണ്? റെൻ്റാണ്. ഓക്കെ, റെൻ്റാണ്. ഈ ഏരിയ കംപ്ലീറ്റ് റെൻറ്റ്. ഓക്കെ, ദെൻ ലേബറർക്ക് വേജ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഈ ലെവല് ലേബർ ഉണ്ട്, ആൻഡ് ആ ലേബറുടെ സപ്ലൈ എന്ന് പറയുന്നത് AD ആണ്. ആൻഡ് ഓൾസോ ഇത് ആ ഔട്ട്പുട്ട് ലെവൽ അഥവാ വെയ്ജ്. ഓക്കെ, വെയ്ജ്. സോ ടോട്ടൽ വെയ്ജ് എത്രയായിരിക്കും? ഇത്രയും ഏരിയ അവർക്കുള്ള വെയ്ജുമാണ്. സോ വെർ ഇസ് ദ പ്രോഫിറ്റ്? നോ പ്രോഫിറ്റ് അറ്റ് ഓൾ. ഇവിടെ ക്യാപിറ്റലിസ്റ്റിന് പ്രോഫിറ്റ് ഇല്ല, കാരണം മൊത്തം ഏരിയ എന്തായിട്ട് പോയി? റെൻറ്റും വെയ്ജുമായിട്ട് മാറി. ഇവിടെ ആർക്ക്? ക്യാപിറ്റലിസ്റ്റിന് എന്തില്ല? പ്രോഫിറ്റ് ഇല്ല. സോ ഈ ഒരു സിനാരിയോ ആണ് സ്റ്റേഷനറി സ്റ്റേറ്റ്. സ്റ്റേഷനറി സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ പ്രത്യേകത, ക്യാപിറ്റലിസ്റ്റിന് പ്രത്യേകിച്ച് റിവാർഡൊന്നും കിട്ടുന്നില്ല. ഓക്കെ, so what are the criticisms of Ricardian model? It neglects the impact of technology. ടെക്നോളജിയെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, then Ricardo pointed out that improved technology in industrial field leads to the displacement of labor and other adverse consequences, but Ricardo failed to visualize the impact that science and technology had rapid economic development. അതായത് പുതിയ ഡെവലപ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിക്കാമെന്നുള്ളതിനെ കുറിച്ച് റിക്കാർഡോ പറയുന്നില്ല, പ്രത്യേകമായിട്ട് പറയുന്നില്ല. ദെൻ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നുള്ളത് ഒരു റോങ് നോഷനായിട്ടാണ് റിക്കാർഡോ പറയുന്നത്. ഇത് ശരിക്കും നടക്കില്ല എന്നുള്ളതാണ് പിന്നീട് വന്ന എക്കണോമിസ്റ്റുകൾ പറയുന്നത്. ദെൻ ബേസ്ലെസ് നോഷൻ ഓഫ് പോപ്പുലേഷൻ. റിക്കാർഡോ പറയുന്നത് വേജ് റേറ്റ് കനോട്ട് റൈസ് എബവ് എന്നുള്ളതാണ്. ഓക്കെ, ദ സബ്സിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു റോങ് നോഷനാണ്. ഓക്കെ, സോ അതും ഇതിൻ്റെ ഒരു ക്രിറ്റിസിസമാണ്. ദെൻ അൺനെസസറി ഇമ്പോർട്ടൻസ് ടു ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിനൊരു അൺനെസസറി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇംപ്രാക്ടിക്കബിൾ ലേസസ് ഫെയർ. അസംഷനിൽ നമ്മൾ പറഞ്ഞു ലേസസ് ഫെയർ, നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. പക്ഷേ അങ്ങനെ ഒരു കേസിൽ ഒരിക്കലും ഒരു ഇക്കോണമി നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സിനെയും ഇൻട്രസ്റ്റ് റേറ്റിനെയൊക്കെ നെഗ്ലക്ട് ചെയ്തു. ഇൻട്രസ്റ്റ് റേറ്റിനെ പ്രോഫിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സബ്സ്യൂം ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ റാദർ ദാൻ എ ഗ്രോത്ത് തിയറി. റിക്കാർഡോ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് സത്യത്തിൽ റിക്കാർഡോ തിയറി ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സോ ഇതൊരു ഗ്രോത്ത് തിയറി എന്നുള്ളതിനേക്കാൾ ഇതെന്താണ്? ഒരു ഡിസ്ട്രിബ്യൂഷൻ തിയറിയാണ്. അതായത് ടോട്ടൽ ഔട്ട്പുട്ടിനെ ആരൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിൽ നിന്നുള്ള റിവാർഡ്സ് എടുക്കുന്നത് എന്നുള്ളൊരു തിയറിയാണ് ആക്ച്വലി റിക്കാർഡോയുടെ തിയറി പറയുന്നത്. ദെൻ ഓൾ ലാൻഡ് ഇസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് കോൺ. എക്കോണമിയിൽ കോൺ മാത്രമല്ലല്ലോ, ഒരുപാട് കേസ് ഉണ്ട്. അദ്ദേഹം കോണിനെ വെച്ച് മാത്രമാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത്. സോ അതും ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. ആൻഡ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ആർ നോട്ട് ഫിക്സഡ് കോഎഫിഷ്യൻസ്. അതും എന്താണ്? ഒരു ഡ്രോബാക്ക് ആണ്. ഇനി നമുക്ക് കുറച്ച് PYQ നോക്കാം അല്ലേ. റിക്കാർഡോ പ്രഡിക്റ്റഡ് ദി ഇക്കോണമി എൻഡ്സ് ഇൻ എ സ്റ്റേഷനറി സ്റ്റേറ്റ് ബിക്കോസ് പീപ്പിൾ വുഡ് ടയർ ഓഫ് വർക്കിംഗ്. ആളുകൾ ജോലി ചെയ്ത് മടുക്കുമോ അല്ലെങ്കിൽ ടയേർഡ് ആകുമോ? ദെൻ ദ ഇക്കോണമി വുഡ് റൺ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ഒരു കാരണമല്ല. സ്റ്റേഷനറി സ്റ്റേറ്റിൽ ആളുകൾ പണിയെടുത്ത് ടയേർഡ് ആകുന്നതല്ല. എക്കോണമി ക്യാപിറ്റൽ ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ടുമല്ല. ഇന്നൊവേഷൻ വുഡ് ഡ്രൈ അപ്പ്. ഇന്നൊവേഷൻ ഇല്ലാത്തത് കൊണ്ട്, ഇന്നൊവേഷനെ കുറിച്ചൊന്നും ആക്ച്വലി ഒന്നും പറയുന്നില്ല അല്ലേ. അപ്പോൾ ഇന്നൊവേഷനും അല്ല കേസ്. ദ എക്കോണമി വുഡ് റൺ ഔട്ട് ഓഫ് അറേബിൾ ലാൻഡ്. നമ്മൾ പറഞ്ഞു ലാൻഡ് ഈസ് ഫിക്സഡ്. ലാൻഡ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് സംഭവിക്കുന്നു? ഇവർ ലെസ് ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡിനെയും കൂടി കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതാണ് ആക്ച്വലി സ്റ്റേഷനറി സ്റ്റേറ്റ് എത്താനുള്ള ഒരു കാരണം കേട്ടോ. നെക്സ്റ്റ്, ദ സ്റ്റേഷനറി സ്റ്റേറ്റ് ആസ് എൻവിസേജഡ് ബൈ ക്ലാസിക്കൽസ് ഈസ് മാർക്ക്ഡ് ബൈ ലോ റേറ്റ് ഓഫ് പ്രോഫിറ്റ്, സബ്സിസ്റ്റൻസ് ലെവൽ ഓഫ് വേജസ്, ഹൈ റെൻസ്, ഓൾ ഓഫ് ദ അബവ്. ഇപ്പോൾ ക്ലാസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച ഒരാൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് മൂന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്യാണ്, വേജ് സബ്സിസ്റ്റൻസ് ലെവലാണ്, ആൻഡ് റെൻ്റ് എന്താണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ റെൻറ്റ് കൂടുന്നത് കൊണ്ടാണ് ആക്ച്വലി ആ പ്രോഫിറ്റ് കുറയുന്നത്. സോ
all of the above is the answer. സോ ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് റിക്കാർഡിയൻ തിയറിയെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ തന്നെ അത് കവർ ചെയ്തിട്ടുണ്ട്. ഹോപ്പ് ദിസ് ക്ലാസ് വിൽ ഹെൽപ്പ് യു for the UGC NET preparation, and all the best. This is Musina signing off. Greetings from iFor Education.